എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ബിസിനസ്സിനായി ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾക്കൊരു ഹൈ കൺഫിഗറേഷൻ കമ്പ്യൂട്ടറും പ്രിന്ററും ബില്ലിംഗ് സോഫ്റ്റ്വെയറും വേണം. ഇതെല്ലാം ചേർത്താൽ ഏകദേശം 60,000 രൂപ നിങ്ങളുടെ ബജറ്റിൽ നിക്ഷേപിക്കേണ്ടി വരും. പക്ഷേ നമ്മൾ തർക്കപ്പെടുത്താൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ, അതിനൊപ്പം ഒരു തേർമൽ പ്രിന്റർ, പിന്നെ നമ്മുടെ സോഫ്റ്റ്വെയറുടെ പ്രോ ബില്ലിംഗ് പ്രോസസ് പ്ലാൻ, ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളുടെ എസെൻഷ്യൽ ഫീച്ചറുകളെല്ലാം ഇതിൽ കവർ ചെയ്യാം. അതിനാൽ ഈ വീഡിയോയിൽ നമ്മളുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ നിന്ന് എങ്ങനെ ഐറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ബിൽ പ്ലേസ് ചെയ്യാം, ഒടുവിൽ നമ്മുടെ ബില്ലിംഗിൽ എത്ര സെയിൽസ് നടന്നിട്ടുണ്ടെന്ന് പരിശോധിച്ച് മിനി സ്റ്റേറ്റ്മെന്റിൽ എത്ര പ്രോഫിറ്റ് വന്നിട്ടുണ്ട്, ടാക്സ് വന്നിട്ടുണ്ട് എന്നിങ്ങനെയുള്ള വിശദാംശങ്ങൾ നോക്കാം. വരൂ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ സരാക്കു ആപ്പ് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോർ, ഐഫോണിൻ്റെ ആപ്പിൾ സ്റ്റോർ, വിൻഡോസിൻ്റെ മൈക്രോസോഫ്റ്റ് സ്റ്റോർ എന്നിവയിലൊക്കെ ലഭ്യമാണ്. നിങ്ങൾ അവയിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ കാണുന്നത് ആൻഡ്രോയിഡ് മൊബൈലിൽ നിന്നാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മുടെ സരാക്കു ബിസിനസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത ഉടനെ നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകി ബിസിനസ് കോൺഫിഗർ ചെയ്യാം. നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് കോൺഫിഗർ ചെയ്താൽ ആപ്പ് ഇങ്ങനെ തന്നെ ഡിസ്പ്ലേ ചെയ്യും. അതായത് ഹോം സ്ക്രീൻ എങ്ങനെ ഇരിക്കുമെന്ന് കാണാം. ഈ ഹോം സ്ക്രീനിൽ ഓർഡർ ലിസ്റ്റ് എംപ്റ്റിയാണ്. ടാപ്പ് ഹിയർ ടു ആഡ് ഐറ്റംസ് എന്ന് കാണിക്കും. അതായത് നിങ്ങളുടെ കസ്റ്റമർ വരുമ്പോൾ കസ്റ്റമർക്കായി ബില്ല് ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതിനാൽ ഈ സ്ക്രീനിൻ്റെ സെൻറ്ററിൽ ടാപ്പ് ചെയ്താൽ നിങ്ങളുടെ സ്റ്റോക്കിലെ എല്ലാ ഐറ്റങ്ങളും ലിസ്റ്റ് ചെയ്യും. മുകളിൽ കാണുന്നത് കാറ്റഗറിയാണ്. അതിനാൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കാണാം. ശരി, ഇനി ഒരു ബില്ല് എങ്ങനെ പ്രിന്റ് ചെയ്യാമെന്ന് നോക്കാം. സിമ്പിളായി ആ ഐറ്റം ക്ലിക്ക് ചെയ്താൽ ക്ലിക്ക് ചെയ്ത ഉടനെ ഒരു ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കായി കാർട്ടിൽ ആഡ് ചെയ്യും. ഇപ്പോൾ ഈ പ്ലാനിൽ കാണുന്നത് KOT പ്ലാനാണ്. അതിനാൽ കിച്ചണിലേക്ക് അയച്ചാൽ കിച്ചണിൽ പ്രിന്റ് ആവും. ഈ ഫീച്ചർ നമ്മുടെ ആപ്പിലുണ്ട്. ഇതിനായി KOT പ്ലാൻ വാങ്ങിയാൽ ആ ഫീച്ചർ ലഭ്യമാകും. ഈ ഡെമോയിലെ സിമ്പിൾ പ്രോ ബില്ലിംഗ് ഫീച്ചറുകൾ മാത്രം നോക്കാം. ഐറ്റങ്ങൾ കാർട്ടിൽ ആഡ് ചെയ്ത് വ്യൂ കാർട്ട് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഐറ്റങ്ങൾ കാണാം. അവസാനം UPI അല്ലെങ്കിൽ ക്യാഷ് പേയ്മെന്റ് സെലക്ട് ചെയ്ത് പ്രിന്റ് ഇൻവോയ്സ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പ്രിന്റ് ഇൻവോയ്സ് കൊടുത്ത ഉടനെ നിങ്ങളുടെ തെർമൽ പ്രിന്ററിൽ ഇങ്ങനെ പ്രിന്റ് ആവും. ശരിയാണോ? ഇതാണ് എല്ലാം. ബിൽ ചെയ്യാനുള്ള കോൺസെപ്റ്റ് വളരെ എളുപ്പമാണ്. ഇതിനുവേണ്ടി നിങ്ങൾ ഡെസ്ക്ടോപ്പ് ബില്ലിംഗ് ആണെങ്കിൽ സിസ്റ്റം ഓൺ ചെയ്യണം. പിന്നെ തുടർച്ചയായി സ്റ്റോക്കുകളെല്ലാം അതിൽ പ്രോപ്പറായി എൻ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. പക്ഷേ ഇതിൽ അങ്ങനെ ആവശ്യമില്ല. നമുക്ക് റൺ ടൈമിൽ ഒരു പുതിയ സ്റ്റോക്ക് ആഡ് ചെയ്യാം. ഒരു സ്റ്റോക്ക് നമ്മുടെ ബിസിനസ് സോഫ്റ്റ്വെയറിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റന്റ് ആയി ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്ത് അതിനെ ബില്ലിംഗിൽ ഉൾപ്പെടുത്തി കസ്റ്റമറിന് നൽകാം. ഇപ്പോൾ ബില്ല് എങ്ങനെ ചെയ്യാമെന്ന് കണ്ടു. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു 100 പീസ് ചോദിച്ചാൽ നിങ്ങൾ അതിൽ ലോങ് പ്രസ് ചെയ്താൽ ഈ പേജ് തുറക്കും. ഇതിൽ ഒരു 100 ക്വാണ്ടിറ്റി എന്ന് എൻ്റർ ചെയ്യാം. ചിലർക്ക് 2 തവണ പ്രസ് ചെയ്ത് മാറ്റാനുള്ള ഓപ്ഷനും നമ്മുടെ ആപ്പിലുണ്ടാവും. അതും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഇതിൽ നോക്കിയാൽ ഈ നൂഡിൽസ് 1 കിലോയിൽ അവൈലബിൾ 17 ഉണ്ട്. ഇപ്പോൾ ഞാൻ 10 ക്വാണ്ടിറ്റി ഈ ഓർഡറിൽ പ്ലേസ് ചെയ്യുന്നു. ഇപ്പോൾ വീണ്ടും മറ്റൊരു കസ്റ്റമർ വരുന്നുവെങ്കിൽ നിങ്ങൾ മേലുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീണ്ടും ചിലർക്ക് പുതിയ സ്റ്റാർട്ട് ഇതിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത ശേഷം ഈ സ്റ്റോക്കുകൾ ഈ ബില്ലിൽ ക്ലോസ് ചെയ്യാം. ബിൽ പ്രിന്റ് കൊടുത്ത ഉടനെ ഈ പ്രിന്ററിൽ ബിൽ പ്രിന്റ് ആയിരിക്കും. ഈ പ്രിന്ററിൽ പ്രിന്റ് ചെയ്യാൻ നിങ്ങൾക്ക് പക്കത്തിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ 30 അടി ദൂരത്തിൽ നിന്ന് എവിടെ നിന്നും പ്രിന്റ് ചെയ്താലും ഇതിൽ പ്രിന്റ് ആയിരിക്കും. ഇപ്പോൾ പഴയ പോലെ നിങ്ങൾക്ക് മറ്റൊരു കസ്റ്റമർ ഉണ്ടെങ്കിൽ അവരുടെ ബിൽ ക്ലോസ് ചെയ്യാൻ ഒരു തവണ ചെക്ക് ചെയ്യാം. ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടാനോ കുറയ്ക്കാനോ അല്ലെങ്കിൽ ഐറ്റം റിമൂവ് ചെയ്യാനും സാധിക്കും. കസ്റ്റമർ പേര് വേണമെന്ന് പറഞ്ഞാൽ അതിവിടെ നൽകാം. ഫോൺ നമ്പർ നൽകിയാൽ വിവരങ്ങൾ നേരത്തെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ തനിയെ തെളിഞ്ഞു വരും. കസ്റ്റമറെ തിരഞ്ഞെടുത്ത് OK കൊടുത്താൽ ബില്ലിൽ ആ കസ്റ്റമറുടെ പേരും വിവരങ്ങളും ഉൾപ്പെടും. ആ കസ്റ്റമർ വീണ്ടും നമ്മുടെ കടയിൽ വരുമ്പോൾ അവർ മുമ്പ് എന്തെല്ലാം ബില്ലിൽ വാങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് എളുപ്പത്തിൽ ചെക്ക് ചെയ്യാൻ കഴിയും. ഇതാണ് ബില്ല് ചെയ്യാനുള്ള കോൺസെപ്റ്റ്. ഇനി അടുത്തത് ഒരു സ്റ്റോർ എങ്ങനെ നമ്മുടെ ആപ്പിൽ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഇത് ഒരു റെസ്റ്റോറൻറ്റ്സിനുള്ള പ്രൊഫൈലാണ്. ഈ റെസ്റ്റോറൻറ്റിൽ ഞാൻ ബിരിയാണി വകഭേദങ്ങൾ വിൽക്കുന്നു. ഇതിനകം ഇവിടെ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, കാട എന്നിവയൊക്കെയുണ്ട്. ഇപ്പോൾ ഒരു ചിക്കൻ 65 ബിരിയാണി ഞാൻ ചേർക്കാൻ പോകുന്നു. അപ്പോൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉൽപ്പന്നം ആഡ് ചെയ്യാൻ 2 മോഡുകളുണ്ട്. ഒന്ന് ഫാസ്റ്റ് മോഡ്, മറ്റൊന്ന് അഡ്വാൻസ്ഡ് മോഡ്. ഫാസ്റ്റ് മോഡിൽ പേര്, റേറ്റ്, ഇമേജ് എന്നിവ ആഡ് ചെയ്യാം. ഒരു ഫാസ്റ്റ് ഫുഡ് കടയ്ക്ക് ഇത് മാത്രം മതിയാകും. GST ഫോളോ ചെയ്യുന്നവരും കൂടുതൽ എംപ്ലോയിമാരെ മാനേജ് ചെയ്യേണ്ടവരും അഡ്വാൻസ്ഡ് മോഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് എൻ്റർ ചെയ്യുന്നതിനാൽ പർച്ചേസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. സെല്ലിംഗ് റേറ്റ് മാർജിൻ അടിസ്ഥാനത്തിൽ നൽകാം. അങ്ങനെ ഫൈനലായി നമുക്ക് വന്നിരിക്കുന്നതെല്ലാം എളുപ്പത്തിൽ നോക്കിക്കൊള്ളാം. ഇതാണ് ഫാസ്റ്റ് മോഡിനും അഡ്വാൻസ്ഡ് മോഡിനും ഉള്ള വ്യത്യാസം. ഇപ്പോൾ ഒരു ഉൽപ്പന്നം ഞാൻ ഫാസ്റ്റ് മോഡിൽ ആഡ് ചെയ്ത് കാണിക്കുന്നു. ജസ്റ്റ് സിംഗിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യമായി ചെയ്യുമ്പോൾ അത് അഡ്വാൻസ്ഡ് മോഡിലേക്ക് പോകും. നിങ്ങൾ ലോങ് പ്രസ് ചെയ്താൽ ഫാസ്റ്റ് മോഡിലേക്ക് പോകും. അങ്ങനെ ഫാസ്റ്റ് മോഡിൽ പോയി ചിക്കൻ 65 ബിരിയാണി ഞാൻ എൻ്റർ ചെയ്യുന്നു. ഇതിൻ്റെ കോസ്റ്റ് ഒന്ന് 55 എന്ന പോലെ ഞാൻ എൻ്റർ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. വെറും പേര്, റേറ്റ് നമ്മൾ എൻ്റർ ചെയ്തു. ഇനി സേവ് കൊടുത്താൽ നമ്മുടെ കാറ്റഗറി ഇതിൽ ഡിഫൈൻ ചെയ്യണം. ബിരിയാണി വെറൈറ്റീസ് എന്ന കാറ്റഗറി ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ സേവ് കൊടുത്ത ഉടനെ ഇത് സേവ് ആയി. ഇനി ബില്ല് ചെയ്യുമ്പോൾ 65 എന്ന് സെർച്ച് ചെയ്താൽ ചിക്കൻ 65 ഡിസ്പ്ലേ ചെയ്യും, 6 ബിരിയാണി ഡിസ്പ്ലേ ചെയ്യും. ഇതെല്ലാം നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്ത് ബില്ല് ചെയ്യാം. അത്രയേ ഉള്ളൂ. നമ്മൾ ഉൽപ്പന്നം ആഡ് ചെയ്ത് ബില്ല് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ഇനി വീണ്ടും മറ്റൊരു സ്റ്റോക്ക് ഞാൻ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കാണിക്കുന്നു. അത് അഡ്വാൻസ്ഡ് മോഡിൽ ആഡ് ചെയ്ത് കാണിക്കുന്നു.
ഇപ്പോൾ അഡ്വാൻസ്ഡ് മോഡിൽ നോക്കിയാൽ നമുക്കിപ്പോൾ ഉദാഹരണത്തിനായി തന്തൂരി ചിക്കൻ പോലുള്ള വളരെ രുചികരമായ ഒരു വിഭവം തന്നെ എടുത്തു നോക്കാവുന്നതാണ്. ഈ ഒരു തന്തൂരി വിഭവം എടുത്തതിന് ശേഷം ഇത് നമ്മുടെ മെനുവിൽ ഏത് കാറ്റഗറിയിലാണ് കൃത്യമായി ആഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് വിശദമായി തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കാം. ഞാനിപ്പോൾ ഇത് നോൺ വെജ് സ്റ്റാർട്ടർ എന്ന വിഭാഗത്തിലാണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ പേരും അതുപോലെ തന്നെ അതിൻ്റെ ശരിയായ കാറ്റഗറിയും കൃത്യമായി സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിലേക്ക് നോക്കിയാൽ ഒരു തന്തൂരി ഫുള്ളായി തന്നെ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് കാണാം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ₹450 ഞാൻ വിൽക്കുന്നു. അടുത്തത് ഹാഫ്, ഇത് വന്ന് ₹1250 ഞാൻ വിൽക്കുന്നു. ഫൈനലായി ക്വാർട്ടർ ആഡ് ചെയ്യുന്നു, ഇത് 125 വിൽക്കുന്നു. ശരിയാണോ? ഇപ്പം ഞാനിത് സേവ് ചെയ്തു. അതിനാൽ ഫൈനലായി നോക്കിയാൽ ഞാൻ ഐറ്റംസ് ലിസ്റ്റിലുള്ള എല്ലാ റേറ്റ് കാർഡുകളും ആഡ് ചെയ്ത് ഞാൻ സേവ് അമർത്തുന്നു. ഈ സ്റ്റോക്ക് നമ്മളിൽ അപ്ഡേറ്റ് ആയി. ഇപ്പോൾ തന്തൂരി നാം സെർച്ച് ചെയ്യുന്നുവെങ്കിൽ അതിനാൽ ഫോട്ടോകളും ഐറ്റത്തിൻ്റെയും വേരിയന്റുകളും എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നു. ഇത് ഞാൻ കാർട്ടിൽ ആഡ് ചെയ്യുന്നു. കാർട്ടിൽ ആഡ് ചെയ്ത ശേഷം യൂസറിന് ഒരു ബില്ല് ഞാൻ നൽകുന്നു. ശരി, ഇത് അഡ്വാൻസ്ഡ് ആയി ചെയ്തതാണ്. ഇപ്പോൾ നാം ഇതിനകം ട്രാക്ക് ക്ലിയറൻസ്, അതായത് നൂഡിൽസ് ലഭ്യമായ ക്വാണ്ടിറ്റി എത്രയാണെന്ന് കഴിഞ്ഞ തവണ നോക്കിയപ്പോൾ 17 ഉണ്ടായിരുന്നു. അതിനുശേഷം നാം 10 ക്വാണ്ടിറ്റി ബില്ല് ചെയ്തിരുന്നു. ബാക്കി ലഭ്യമായ ക്വാണ്ടിറ്റി 7 ആണ് കാണിക്കുന്നത്. അതിനാൽ ഇതിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എത്ര സ്റ്റോക്ക് നമ്മൾക്കുണ്ട്, എത്ര സെയിലായിട്ടുണ്ട് എന്നത് എളുപ്പത്തിൽ ഇതിൽ കണക്കാക്കാം. ഇപ്പോൾ 7 ക്വാണ്ടിറ്റി ഉണ്ട്. ഞാൻ 7 എന്ന് എൻ്റർ ചെയ്ത് ഒന്നും ബില്ല് ചെയ്യാതെ ഞാൻ ക്ലോസ് ചെയ്യുന്നു. വീണ്ടും നൂഡിൽസ് 1 kg എടുത്താൽ സ്റ്റോക്ക് ലഭ്യമല്ല. ശരിയാണോ? അപ്പോൾ നിങ്ങൾ വീണ്ടും സ്റ്റോക്ക് ആഡ് ചെയ്യണം. ശരി, ഇപ്പോൾ നാം ഐറ്റംസ് എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ ബില്ല് ചെയ്യാം എന്നത് കണ്ടു. ഇനി ചില സെറ്റിംഗ്സ് എങ്ങനെ സെർക്യാപ്പിൽ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ഇപ്പോൾ സെറ്റിംഗ്സിൽ പോയി ഉദാഹരണത്തിന് കസ്റ്റമറിന് നിങ്ങൾ GST ഇൻവോയ്സ് നൽകണം, GST ബില്ല് നൽകണമെന്ന് വിചാരിച്ചാൽ സെറ്റിംഗ്സിൽ ടാക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. ഈ ടാക്സ് ഓപ്ഷനിൽ നോക്കിയാൽ ഓട്ടോ സ്ക്രീനിൽ ബോത്ത് ഓവറോളിയും ഈച്ച് ഐറ്റയും കൊടുത്താൽ ഓരോ ഐറ്റത്തിനും എത്ര ടാക്സ് ഉണ്ടെന്ന് നിങ്ങൾ എളുപ്പത്തിൽ കാണാം. ബില്ലിൽ കസ്റ്റമറിനും കാണിക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ വീണ്ടും ഞാനൊരു ബില്ല് ചെയ്യുന്നു. ഇതിൽ ചില ഐറ്റങ്ങൾക്ക് GST ഉണ്ടാകും, ചില ഐറ്റങ്ങൾക്ക് GST ഇല്ല. അതിനാൽ GST ഇല്ലാത്ത ഐറ്റം ഇഗ്നോർ ചെയ്യും, ഉള്ള ഐറ്റങ്ങൾക്ക് മാത്രം ബില്ല് ചെയ്യും. അപ്രതീക്ഷിതമായി ചില കസ്റ്റമർമാർക്ക് GST വേണ്ട, ബില്ലിൽ വേണ്ട എന്ന് വിചാരിച്ചാൽ ഈ നല്ല ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കാം. ആ ബില്ലിൽ GST പ്രിന്റ് ആകില്ല. SGST വേണമെങ്കിൽ ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് സാധനങ്ങൾ കസ്റ്റമർ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ IGST തിരഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നൽകണം. ഇത് നൽകി പ്രിന്റ് ചെയ്യുമ്പോൾ അവർക്ക് IGST ഓപ്ഷനിൽ ബിൽ പ്രിന്റ് ചെയ്ത് ലഭിക്കും. ഇപ്പോൾ നമ്മൾ 10 ബില്ലുകൾ വരെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ഇതുവരെ ചെയ്ത ബില്ലുകളെല്ലാം തന്നെ സ്ക്രോൾ ചെയ്ത് നോക്കാം. ഈ അക്കൗണ്ടിൽ നിരവധി ബില്ലുകളുണ്ട്. ഈ ആപ്പ് ഒട്ടും തന്നെ ഹാങ് ആവില്ല. ഒരു ബില്ല് സെർച്ച് ചെയ്യാൻ ഹിസ്റ്ററിയിൽ കസ്റ്റമർ പേര് നൽകിയാൽ അവർ വാങ്ങിയ ബില്ലുകൾ ഇൻസ്റ്റൻ്റായി പരിശോധിക്കാം. ആ ബില്ലിൽ ക്ലിക്ക് ചെയ്താൽ ഐറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് എളുപ്പത്തിൽ കാണാൻ സാധിക്കും. കസ്റ്റമർ നെയിം തിരഞ്ഞെടുക്കുമ്പോൾ അവരെടുത്ത എല്ലാ ബില്ലുകളും ഇവിടെ വ്യക്തമായി കാണാൻ സാധിക്കും. അവർ നമ്മിൽ നിന്നെടുത്ത ലോൺ അല്ലെങ്കിൽ അഡ്വാൻസ് പേ ചെയ്തിട്ടുണ്ടെങ്കിലും അതും ഈ ട്രാൻസാക്ഷനിൽ ഡിസ്പ്ലേ ചെയ്യും. ഇത് ബിൽ ഹിസ്റ്ററിയുടെ ഫീച്ചറുകൾ. ഇപ്പോൾ ഫൈനലായി നാം കാണാൻ പോകുന്നത് ഓവറോൾ എത്ര സെയിൽസ് ആയി, എത്ര പ്രോഫിറ്റ് ലഭിച്ചു, എത്ര ടാക്സ് പേ ചെയ്യണം എന്നതാണ്. ഇത് ഉറപ്പായും എല്ലാവർക്കും ഒരു ഫീച്ചർ. ഇത് നാം എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. അതായത് ഈ ഹോം സ്ക്രീനിൽ നിന്ന് സിമ്പിളായി സ്വൈപ്പ് ചെയ്താൽ ഇന്നത്തെ എത്ര ബില്ല് പോയി, എത്ര സെയിൽസ് നടന്നു, എത്ര പ്രോഫിറ്റ്, എത്ര ടാക്സ് എന്നതെല്ലാം ഇവിടെ എളുപ്പത്തിൽ ഡിസ്പ്ലേ ചെയ്ത് നാം എളുപ്പത്തിൽ കാണാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായി നിങ്ങളുടെ ഫീച്ചറുകൾ ഞാൻ പങ്കുവച്ച ഈ വിവരങ്ങളിലൂടെ സരക്കാപ്പിയിൽ ഐറ്റങ്ങൾ ആഡ് ചെയ്യാനും ബില്ല് ചെയ്യാനും നിങ്ങൾക്കിപ്പോൾ വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇതിലുപരി ധാരാളം അഡ്വാൻസ്ഡ് ഫീച്ചറുകൾ ഇതിലുണ്ട്. ഒരു ഡിവൈസിലെ ബിൽ മറ്റൊരാൾക്ക് ആക്സസ് ചെയ്യാനാവില്ലെങ്കിലും 8 പേർക്ക് വരെ ആക്സസ് നൽകാൻ സാധിക്കുന്നതാണ്. KOT പ്രോ പ്ലാനുകളിൽ ഒരു ഓണർക്കും 2 അസിസ്റ്റന്റിനും ആക്സസ് ഉള്ളതിനാൽ ഒരേ സമയം 3 പേർക്ക് ഒരു പ്രിന്റർ വഴി ബില്ലുകൾ ചെയ്യാൻ സാധിക്കും. അതിനാൽ ഇത് നമ്മുടെ തരാഗി ആപ്പിലെ പ്രധാന ഫീച്ചറാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ ബന്ധപ്പെടൂ. നിങ്ങൾക്ക് ഒരു ഫ്രീ ഡെമോ ഞങ്ങൾ നൽകാം. റിമോട്ട് ലൊക്കേഷനിലുള്ളവർക്ക് ഓൺലൈനായും ഡെമോ കാണാം. കൂടാതെ കൂടുതൽ സർക്ക് വിവരങ്ങൾക്കായി നമ്മുടെ സർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സർക്ക് ആപ്പുകൾക്കായി Facebook, Instagram എന്നിവയിൽ ഫോളോ ചെയ്യൂ.